നമസ്കാരം. സ്പോർട്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പൊരുതി വീണു മുംബൈക്കെതിരെ പഞ്ചാബിന് 9 റൺസ് തോൽവി. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് 3-ാം ജയം. പഞ്ചാബ് കിങ്സിന് 9 റൺസിന് തോൽപ്പിച്ചു. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 183 റൺസിന് ഓൾഔട്ടായി. അശുതോഷ് ശർമ്മ 61 റൺസ് എടുത്തപ്പോൾ ബുംറയും കോർസി 3 വിക്കറ്റ് വീതം വീഴ്ത്തി. സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. ഡെവോൺ കോൺവേ IPL-ൽ നിന്ന് പുറത്ത്. ഇംഗ്ലണ്ട് പേസറെ ടീമിലെത്തിച്ച് CSK. ന്യൂസിലൻഡ് ഓപ്പണർ ഡെവോൺ കോൺവേ IPL-ൽ നിന്ന് പുറത്തായി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായ കോൺവേ പരിക്കേറ്റതിനാൽ ഇതുവരെ IPL-ൽ കളിച്ചിരുന്നില്ല. നിലവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ കോൺവേ വിശ്രമത്തിലാണ്. അതിനാൽ IPL സീസൺ മുഴുവൻ കോൺവേക്ക് നഷ്ടമാണ്. വാതുവെപ്പുകാരാണെന്ന സംശയം 4 പേരെ രാജസ്ഥാന്റെ മുംബൈയിലെ ലക്ഷറി ബോക്സുകളിൽ നിന്ന് പിടികൂടിയതായി റിപ്പോർട്ട്. വാതുവെപ്പുകാരാണെന്ന സംശയത്തെ തുടർന്ന് 4 പേരെ രാജസ്ഥാൻ റോയൽസിന്റെ മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടുകളിലെ ലക്ഷറി ബോക്സുകളിൽ നിന്ന് പിടികൂടിയതായി റിപ്പോർട്ട്. മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിന്റെയും ജയ്പൂർ സവാൻമൻസ് സ്റ്റേഡിയത്തിലെയും ലക്ഷറി ബോക്സുകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ദി ഹിന്ദു ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ദ്രാവിഡും അഗാക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് രോഹിത് ശർമ്മ. രാഹുൽ ദ്രാവിഡും അജിത് അഗാക്കറും കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് രോഹിത് ശർമ്മ. T20 ലോകകപ്പ് ടീം തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂവരും യോഗം ചേർന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് രോഹിത് ശർമ്മ തള്ളിയത്. ആദം ഗിർഗിഷുമായി നടത്തിയ അഭിമുഖത്തിലാണ് രോഹിത് ശർമ്മ വെളിപ്പെടുത്തൽ. ഗുജറാത്തിനെ വീഴ്ത്തി ഡൽഹി. ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയവരെല്ലാം പവലിയനിലേക്ക് തിരിച്ചു കയറുന്നതിൽ മത്സരിച്ചപ്പോൾ ആരാധകർക്ക് പോലും വിശ്വസിക്കാനാകാതെ തകർന്ന് ഗുജറാത്ത്. ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് 18-ാം ഓവറിന്റെ 3-ാം പന്തിൽ വെറും 89 റൺസ് നേടി പുറത്തായി. മറുപടി ബാറ്റിംഗിന് കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് നഷ്ടമുണ്ടായാലും വിജയ 4 വിക്കറ്റ് നഷ്ടത്തിൽ 9-ാം ഓവറിൽ ഡൽഹി പിടിച്ചെടുത്തു. ഇനി ISL വാർത്ത. കളി കാര്യമാകുന്നു. ഇന്ന് ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ. ലൂണ മടങ്ങിയെത്തിയേക്കും. ISL-ന് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായ മത്സരം. ഒഡീഷ FC-ക്കെതിരെയാണ് ഇന്നത്തെ മത്സരം. വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് സെമി കളിക്കും. കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം.